രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ താങ്കൾ അടൂർ അനുകൂലിയാണെന്നറിയാം. അടൂരിനെ അനുകൂലിക്കാവുന്ന താങ്കളുടെ പോയിന്റ്സ് ഒന്ന് പറയാമോ? സ്മൃതിജിക്ക് ആദ്യം തന്നെ തുടങ്ങട്ടെ. ദിലീപേട്ടനോട് ദേഷ്യം ഉണ്ടെങ്കിൽ നേരിട്ട് തീർക്കണം, അടൂർ സാറ് വഴി തീർക്കരുത്. അത് കുഴപ്പമില്ല. നിങ്ങളുടെ അടക്കമുള്ള മറ്റൊരു കേസിൽ അടൂർ സാർ പ്രതികരിച്ചു എന്ന് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ കേസിലായിരുന്നു, അല്ലല്ലോ ദിലീപ് എന്ന് പറയുന്ന സിനിമാറിന്റെ കേസിൽ തന്നെ അല്ലേ? പിന്നെയും എന്ന സിനിമ ഉണ്ടാക്കുമ്പോൾ പിന്നെയും എന്ന സിനിമയുടെ നിർമ്മാതാവും പിന്നെയും എന്ന സിനിമയിലെ നായകനും നടിയാക്രമിച്ച കേസിലെ 8ാം പ്രതിയാണ്. എന്താണ് അതിൽ രഹസ്യം? എന്താണ്? അല്ല, പിന്നെന്താ സ്മൃതിജി ആദ്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞത്? ഞാൻ ഇത് തന്നെയല്ലേ ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ദിലീപേട്ടനോട് ദേഷ്യം ഉണ്ടെങ്കിൽ നേരിട്ട് തീർക്കണം. ഈ ദേഷ്യം എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ വിഷയത്തിലേക്ക് വരൂ. നമ്മൾ വിഷയത്തിൽ ഊന്നി സംസാരിക്കാം. അടക്കമുള്ള ആരോപണങ്ങൾ കോടതി ഈ മാസം തള്ളും. നമുക്കത് കാത്തിരുന്ന് കാണാം. പോട്ടെ, കോടതി വിധിയും തീരുമാനിച്ചു. അല്ല, ദിലീപേനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. കുറ്റക്കാരനാണെന്ന് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. നിരപരാധിയാന്ന് പറഞ്ഞ പ്രശ്നമാണോ? അത് പോട്ടെ, അത് മറ്റൊരു വിഷയം. ഈ വിഷയത്തിലേക്ക് വരാം. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച, പത്മശ്രീ നൽകി ആദരിച്ച, ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നൽകി ആദരിച്ച മലയാള സിനിമയും ഇന്ത്യൻ സിനിമയും ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തി 84 വയസ്സുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഈ ചർച്ചയിൽ ഉയർന്ന വാക്കുകളാണ്. അദ്ദേഹത്തോട് സഹതാപമാണ്, ഇപ്പോൾ എനിക്ക് പുച്ഛമാണ്, ഭോഷ്കാണ്. ഇത് ഏജിസം കൂടിയല്ലേ? പ്രായമാകുമ്പം ഫ്രീസ് ആയി പോയി. അതായത് പ്രായമാകുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമാറ്റിക് സെൻസിബിലിറ്റി, സോഷ്യൽ സെൻസിബിലിറ്റി കൂടെ പറയുമെന്ന് ഞാൻ വിചാരിച്ചു, പോയി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ആംഗിളിൽ നിന്നല്ലാതെ വേറൊരാൾ സംസാരിച്ചാൽ അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കും എന്നുള്ള നിലപാടല്ലേ? പറഞ്ഞോട്ടെ, അതിന് മറുപടിയാണ് പറയുന്നത് മാഡം. ഇനി അത് നമ്മൾ പറയാതെ പറയുന്ന കാര്യം എന്താ? അടിസ്ഥാനപരമായി ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് സവർണ ധാർഷ്ട്യമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഏത് ഭാഗത്ത് നിന്നാണ് കയ്യടി ഉയർന്നതെന്ന് അറിയില്ല. ഞാൻ പറയുമെന്ന് വിചാരിച്ചു ഈ തിരുവനന്തപുരം നായർ ലോബിയാണ് കൈയടിച്ചതെന്നും കൂടെ പറയുന്നത്. ഇവിടെ പ്രശ്നം എന്താ? സ്ട്രോമാൻ ആർഗ്യുമെന്റുകൾ ഉപയോഗിച്ച് ഒരാൾ പറഞ്ഞതിന്റെ എസൻസിനെ മുഴുവൻ ഇല്ലാതാക്കും. എനിക്ക് ദിനുവിനെ വ്യക്തിപരമായ ആദരവാണ്, ബഹുമാനമാണ്. ഞാനും ദിനും കൂടെ ചർച്ചയായിരിക്കും പറയുന്നുണ്ട്. മഹാനായ അംബേദ്കറിനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞത്, നമ്മുടെ അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ നമ്മുടെ അവരുടെ ഭാഗത്തു നിന്നുള്ള ആത്മസംയമനമാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ മിസ്റെപ്രസെന്റേഷൻ എങ്ങനെ ശരിയാവും? ഉദാഹരണം, മുലക്കരത്തിന്റെ കാര്യം പറഞ്ഞു. എന്താണ് മുലക്കരവും തലക്കരവും എന്നറിയാമോ? ആണുങ്ങൾ കൊടുക്കേണ്ട ടാക്സിന്റെ പേരാണ് തലക്കരം, പെണ്ണുങ്ങൾ കൊടുക്കേണ്ട ടാക്സിന്റെ പേരാണ് മുലക്കരം. അല്ല, നമ്മുടെ നാട്ടിൽ പറയുന്ന പ്രൊപ്പഗാൻഡ ഒന്നുമല്ല. ഇനി ഇവിടത്തെ തന്നെ കേസിൽ അടൂർ കുമാർ സാർ എക്സാക്ട്ലി അദ്ദേഹം അത് വ്യക്തതയും വിശദീകരണവും വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എത്രയോ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നു. കൃത്യമായി ഞാൻ വായിക്കുകയാണ്, ഞാൻ എന്റെ ഭാഗത്തുനിന്നല്ല, കൃത്യമായി പറയുന്നതാണ്. പിന്നോക്കാവസ്ഥയിലുള്ള പ്രതിനിധികൾക്ക് അവസരം എന്ന നിലയിലാണ് സർക്കാർ ഗ്രാന്റ് നൽകുന്നത്. ഒരു സിനിമ എടുത്ത ശേഷം അപ്രത്യക്ഷമാകേണ്ടവരല്ല അവർ. അതിനാലാണ് അവർക്ക് പരിശീലനം അടക്കം നൽകണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാനെന്ന് പറഞ്ഞാൽ സാർ, സിനിമാ ചിത്രീകരണത്തെ കുറിച്ച് അറിവില്ലാത്തതൊരു പ്രശ്നമാണ്. അവർക്ക് ആവശ്യമായ പരിശീലനം നൽകിയാൽ പിന്നീടും അവർ ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും അറിവും ലഭിക്കും. ഇനി അദ്ദേഹം തന്നെ പറയുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ 1.5 കോടി വെച്ചല്ല എടുത്തത്. 1.5 കോടി വലിയൊരു എമൗണ്ട് ആണ്. അപ്പൊ ഇതിനു മുമ്പ് ട്രെയിനിങ് വേണം. യു ഷുഡ് ടീച്ച് ഫിഷിംഗ്, നോട്ട് ഗിവ് എ ഫിഷ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന കാര്യം. അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണൻ ഞാൻ 30 ദിവസത്തിനുള്ളിൽ സിനിമാ ചിത്രീകരണം പൂർത്തിയാക്കും. ഞാൻ ഇടതുപക്ഷക്കാരൻ അറിയാമല്ലോ, വലതുപക്ഷക്കാരനാണ്. മുകേഷ് അല്ലെങ്കിൽ ശ്രീ മുകേഷ് സാർ എന്ന CPM-ന്റെ MLA, വാസവൻ സാർ നമ്മുടെ മന്ത്രി അടക്കം പറഞ്ഞില്ലേ, അദ്ദേഹം ഗുരുതുല്യനാണ്. ദോഷൈകതൃക്കായി കാണേണ്ട ഇതിഹാസ തുല്യനായ ഒരു വ്യക്തിയെ മനഃപൂർവ്വം ജാതീയതയുടെ കണ്ണിൽ കുരുക്കിയിട്ട് ദോഷൈകതൃക്കായി കാണുന്നതിന് എന്തർത്ഥമാണ്? ബോധപൂർവം സ്ട്രോമാൻ ആർഗ്യുമെന്റ് ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇനി ഒരു കാര്യം കൂടെ, ദിനുവിനോട് ബഹുമാന പുരസരം. ഈ തെങ്ങ് കയറ്റത്തിന്റെ പരിശീലനമൊക്കെ ദിനു പറഞ്ഞു. ഇനി സിനിമ എടുക്കാൻ പരിശീലനം കയറ്റി കൊടുത്തില്ലെങ്കിലും തെങ്ങ് കയറ്റത്തിൽ പരിശീലനം കൊടുക്കണം. കാര്യം തെങ്ങ് കയറ്റത്തിൽ പരിശീലനം ആരെങ്കിലും താഴെ വീണാൽ അവരുടെ ആരോഗ്യവും ജീവിതവും ഒക്കെ നഷ്ടമാകും. എല്ലാ മേഖലയിലും ഒരു പരിശീലനം വേണം എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ പിന്നിൽ ജാതീയ പൊതുബോധമാണ്. നമ്മുടെ വിഷയം ഈ പണം കൊടുക്കുന്നത്, ഈ സർക്കാർ ഈ പദ്ധതി എന്തിനാണ് പ്രഖ്യാപിച്ചത്? പുതുതായി വരുന്നവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ. അത് SC/ST മേഖലയിലുള്ളവർക്കും സ്ത്രീകൾക്കും. അങ്ങനെ അല്ല, പറയട്ടെ, അങ്ങനെ വെറുതെ വന്ന് ഒരു SC/ST കാരനായാലും ഒരു സ്ത്രീ ആയാലും എനിക്ക് ഇന്ന് നിൽക്കണമെന്ന് പറഞ്ഞാൽ നേരെ 1.5 കോടി കൊടുക്കുകയല്ല. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ എന്താണ് എന്നുള്ളതാണ് നേരത്തെ ശ്രീ മധുപാലും ദിനവും വിശദീകരിച്ചത്. താങ്കൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. വളരെ പ്രധാനപ്പെട്ട രീതിയിലാണ് അത് കൊടുക്കുന്നത്. ഒരു വിദഗ്ധ സമിതിയുണ്ട്. ആ വിദഗ്ധ സമിതി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനു മുമ്പ് പത്രത്തിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു. ആ ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പൂർണ്ണമായി തിരക്കഥ സമർപ്പിക്കണം. ആ തിരക്കഥ മലയാള സിനിമയിലെ പ്രശസ്തരായ ആളുകളടങ്ങിയ 5 അംഗ സമിതി പരിശോധിക്കുന്നു. അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ ജൂറി 2 ഘട്ടങ്ങളിലായി ഇന്റർവ്യൂ ചെയ്താണ് 2 വിഭാഗങ്ങളിൽ നിന്നും 2 പേരെ വീതം സിനിമ ചെയ്യാനായി തിരഞ്ഞെടുക്കുന്നത്.
അങ്ങനെ വലിയൊരു സംവിധാനത്തിലൂടെ കടന്നു പോയിട്ടാണ് അവർക്കാണ് ഈ പണം കൊടുക്കുന്നത്. അത് വേസ്റ്റായി എന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന് തോന്നുന്നത്? ഇപ്പോൾ താങ്കൾക്ക് നമ്മൾ വസ്തുതയാണ് ഇവിടെ പ്രശ്നം. ഒന്ന്, അത് വേസ്റ്റായി അദ്ദേഹം പറയുന്നില്ല. വേസ്റ്റായി എന്ന് പറഞ്ഞു. എനിക്ക് പരാതി കിട്ടിയിട്ടുണ്ട്, ഞാൻ 2 സിനിമ കണ്ടു, വളരെ മോശം അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ തിരക്കഥ മാത്രം നോക്കി പടം എടുത്താൽ പടം പപ്പടമാകും. പകരം അദ്ദേഹത്തിന്റെ കൃത്യ വാക്കുകളാണ്, ഇതിന് കുറെ കൂടെ ആസൂത്രണം വേണം, പഠനം വേണം, പരിശീലനം വേണം എന്നൊരാൾ പറയുമ്പോ മനഃപൂർവ്വം ദോഷൈക ദൃക്കായ അതിന്റെ പിന്നിൽ ജാതീയ പൊതുബോധം ഉണ്ടാക്കാനാണോ ഈ പറയുന്ന നീരജ് ഗൈവാൻ, അഞ്ജുൻ രാജാബാലി തുടങ്ങിയവരൊക്കെ ഈ ആളുകളെ തെരഞ്ഞെടുക്കുന്നത്? അദ്ദേഹത്തിന്റെ മുതിർന്ന ശ്രീ മുകേഷിന്റെ വാക്കുകൾ കടമെടുത്താൽ ഗുരുതുല്യനായി നിൽക്കുന്ന ഒരാൾ നല്ല രീതിയിൽ കാര്യങ്ങൾ പോണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് മനസ്സിലാക്കുക? അല്ലെ, ഈ അദ്ദേഹത്തിന്റെ പ്രായമൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രായം ഒരു വിഷയം തന്നെ. ശരി, പ്രായത്തെ നമ്മളിവിടെ ആരും അപമാനിക്കുന്നില്ല, ഒരു പ്രായമായ ആളെ അപമാനിക്കുന്നില്ല. പ്രായമായ ആൾക്ക് വിജ്ഞാനത്തിന്റെ കുറവുണ്ടെങ്കിൽ അത് ഈ പ്രായമായ സമയത്തും നേടാമല്ലോ. അദ്ദേഹം പറഞ്ഞു ഞാനും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പഠിച്ചാൽ മതി. അത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് പഠിച്ചിട്ടില്ല. കാരണം ഈ 1.5 കോടി നേരെ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയോ ഈ പറയുന്ന ഈ പുതുതലമുറയിൽ വരുന്ന ഈ സംവിധായകരുടെ അക്കൗണ്ടിലേക്ക് ഇടുകയല്ല ചെയ്യുന്നത്. അതെവിടെയാണ് ചെയ്യുന്നത്? KSFDC നിയോഗിക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരിലൂടെയാണ് ഈ പണം കൊടുക്കുന്നത്. അത് മോണിറ്റർ ചെയ്യാനുള്ള കൃത്യമായ സംവിധാനമുണ്ട്, അതിന് ഉദ്യോഗസ്ഥരുണ്ട്. നിർമ്മാതാവ് എന്ന നിലയിൽ ഓരോ സിനിമയുടെയും തുക ചെലവഴിക്കുന്നത് KSFDC നേരിട്ടാണ്. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്നത് വേസ്റ്റ് ആക്കുന്നത്? അഴിമതി എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അഴിമതി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഒരു കാര്യം കൂടി, അദ്ദേഹം അഴിമതി ഏതെങ്കിലും പിന്നോക്കക്കാരൻ ചെയ്യുന്നു എന്നാണോ പറയുന്നത്? പിന്നെ പിന്നോക്കക്കാർക്ക് കൊടുക്കുന്ന ഫണ്ടിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ എന്താണ് അതിന്റെ അർത്ഥം? സ്ത്രീകളെ അഴിമതി ചെയ്യുന്നു തന്നെയാണ് അതിന്റെ അർത്ഥം. അല്ല, അദ്ദേഹം എന്താ ദൈവം, അതൊക്കെ അതിവായനയല്ലേ? ഒന്ന് എന്ത് അതിവായന? ഈ പദ്ധതിയെ കുറിച്ചാണല്ലോ അദ്ദേഹം വിശദീകരിക്കുന്നത്, ഈ പദ്ധതിയാണല്ലോ അദ്ദേഹം വിമർശിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം SC/ST വിഭാഗത്തിലും സ്ത്രീകൾക്കുമാണല്ലോ ഫണ്ട് നൽകുന്നത്. പിന്നെ വേറെ എവിടേക്കാണ് അദ്ദേഹം പോകുന്നത്? അവിടെയാണ്. ഇത് ആരെങ്കിലും ഇവർ അഴിമതി നടത്തുന്നു എന്നാണോ പറയുന്നത്? നമ്മൾ അതിവായന നടത്തി ദോഷൈക ദൃക്കുകളാണെന്നതിൽ അർത്ഥമുണ്ടോ? ഗുരുതുല്യനായൊരു മനുഷ്യൻ പറയുന്ന വാക്കുകളെ പോസിറ്റീവ് സ്പിരിറ്റായി എടുക്കാതെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിനില്ലാത്ത അർത്ഥങ്ങൾ കയറ്റി അതിൽ 1-2 വാചകങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നും കൂടെ എടുത്ത് അദ്ദേഹത്തെ മോശമായി ഒരു വരി പോലും കയ്യിൽ നിന്ന് എടുത്തിട്ടില്ല, ഒറ്റ വരി പോലും കയ്യിൽ നിന്ന് എടുത്തിട്ടില്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മുഴുവൻ വെർബാറ്റം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനും വെർബാറ്റം എഴുതി വെച്ചിട്ടുണ്ട്. പോസിറ്റീവായി എന്താണ് ഇത് പറഞ്ഞ ഇന്റന്റ് എന്താണ്? ഒരു കാര്യം പറയുന്നതിന് ഒരു മെൻസറിയ ഒരു ഇന്റൻഷൻ. വഴിയെ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും സംസാരിക്കാനുള്ള സ്ഥലമാണോ? അതും ഞാൻ സംസാരിക്കുമ്പോൾ ചന്തയല്ല, വെരി ഇമ്പോർട്ടന്റ് സെഷൻ. അവിടെ ഇരുന്നവരാണ് അത് സ്റ്റോപ്പ് ചെയ്യിച്ചത്. മന്ത്രി ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് ഇടപെട്ടിട്ടില്ല? പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ്. സോഷ്യൽ ക്രിറ്റിസിസം അല്ലേ യഥാർത്ഥത്തിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന്റെ സാമൂഹിക വിമർശനമാണല്ലോ ഇവിടുത്തെ ചർച്ചയുടെ ഏറ്റവും പ്രധാന കാര്യങ്ങൾ. അതായത് അദ്ദേഹം പറഞ്ഞതിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റായ കാര്യങ്ങളുണ്ടോ, കാസ്റ്റീസ്റ്റ് ആയ അണ്ടർടോൺസ് ഉണ്ടോ, സാമുദായികമായ വേറെ ധ്വനികളുണ്ടോ, അതിൽ ക്ലാസിസം അഥവാ പിന്നോക്ക സാമ്പത്തിക വിഭാഗങ്ങളോടുള്ളൊരു വിവേചനമുണ്ടോ? ഇതാണല്ലോ ഈ ചർച്ചയുടെ ആത്മാംശം. ഇതിൽ ഇങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ ആരോപിച്ചുകൊണ്ട് ചെയ്യുന്നതിന് പകരം അടൂർ സാറിനെ പോലെ, അടൂർ സാർ വലതുപക്ഷക്കാരനെ അല്ല, പലപ്പോഴും വലതുപക്ഷക്കാരൻ ആക്രമണം നേരിടുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ പ്രത്യേകിച്ച് കൂടുതൽ ഇടതുപക്ഷ പുരോഗമന നിങ്ങളുടെ അല്ലെങ്കിൽ പൊതുവെ ലെഫ്റ്റ് ലിബറൽസിന്റെ ധാരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനെ ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ ജാതി ഇന്നതായി പോയി എന്നതുകൊണ്ട് കളത്തിലിട്ട് ഇവരൊക്കെല്ലാം സവർണ പൊതുബോധമാണെന്നൊക്കെ ഇംപ്ലൈ ചെയ്യുന്നത് കഷ്ടമാണ്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സമരത്തെ വൃത്തികെട്ട സമരമെന്നും അവിടെ സമരം ചെയ്തവരെയും അവിടെ പരാതി പറഞ്ഞ സ്ത്രീകളെയും അത് അവർ കരഞ്ഞതിനെ അഭിനയിച്ച് കാണിച്ച് അപമാനിച്ചത് നമ്മുടെ മുന്നിലുണ്ട്, മറന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, താങ്കളുടെ പ്രിയപ്പെട്ട നടി ആക്രമിച്ച കേസിലെ 8ാം പ്രതി നായകനും നിർമ്മാതാവുമായി വരുന്ന സിനിമ എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ നടൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട് എന്നാണ്. എങ്ങനെയാണ് അദ്ദേഹം പറയുക? ആധികാരികമായി അദ്ദേഹം അഭിപ്രായപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് എന്നുള്ളത് ഇവിടെ ജനം അറിഞ്ഞിട്ടുണ്ട്, ജനത്തിനറിയാം. ലോകോത്തര സംവിധായകൻ ഇങ്ങനെയും കൂടിയാണ് എന്ന കാര്യം കൂടി വ്യക്തമാണ്. ഞാൻ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.